ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലഡുവാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചധികം സീഡ്സുകളും കുറച്ച് നട്ട്സുകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ലഡുവാണ്. ഇതൊരു ദിവസം ഒരെണ്ണം വീതം കഴിച്ചാൽ തന്നെ നമുക്ക് ശരീരത്തിന് വളരെയധികം പോഷകങ്ങൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ലഡു അല്ലാതെ ഇതുപോലെ ഒരു മിക്സ്ചർ പോലെയും നമുക്ക് ഈ നട്ട്സും സീഡ്സും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിലും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് സീഡ്സുകൾ നട്ട്സുകൾ ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബദാം പരിപ്പ്, വാൾനട്ട്, പിന്നെ വാട്ടർമെലൺ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ നമ്മുടെ പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ എള്ള്, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സ്, ഇതൊക്കെ കൂടെ വെച്ചിട്ടുള്ള ഒരു ലഡുവും ഒരു മിക്സ്ചറും ഒക്കെയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വാൾനട്ട് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വാൾനട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ നട്ട്സുകളിൽ ഏറ്റവും പോഷകഗുണമുള്ള ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിലാണെങ്കിൽ വിറ്റമിൻ ഇ, കാർബോഹൈഡ്രേറ്റ്, അയൺ, പൊട്ടാസ്യം, ഫൈബർ, മഗ്നീഷ്യം എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൽ ധാരാളം നാരുകൾ, ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നു. അതുപോലെ തന്നെ ദഹനത്തെ മെച്ചപ്പെടുത്താനും വാൾനട്ട് ഉപകരിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ മുടിയുടെ ബലത്തിനും ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ വാൾനട്ട് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബദാം പരിപ്പാണ്. ഈ ബദാമിലാണെങ്കിൽ ധാരാളം വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല ഗുണങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുകയാണെങ്കിൽ യുവത്വം നിലനിർത്താൻ, ഓർമ്മശക്തി കൂട്ടാൻ, സ്കിന്നിൻ്റെ ചുളിവുകൾ അകറ്റുവാൻ, അങ്ങനെ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഒരുപോലെ കാത്തു സൂക്ഷിക്കാൻ ബദാം പരിപ്പ് വളരെ സഹായിക്കുന്നുണ്ട്. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും അങ്ങനെ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ബദാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറച്ച് നോർമലായിട്ട് നിർത്താനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സൺഫ്ലവർ സീഡാണേ. സൺഫ്ലവർ സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വൈറ്റമിൻ ഇ, B1, B6, പ്രോട്ടീൻ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ, സിങ്ക്, സെല്ലനിയം തുടങ്ങിയവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സീഡാണ്. ഇതാണെങ്കിൽ രക്തക്കുഴലിലുള്ള കൊഴുപ്പിനെ നീക്കി നമ്മുടെ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു. ഇതിലുള്ള മഗ്നീഷ്യം, ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ അസ്ഥിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ ആരോഗ്യമുള്ള ചർമ്മത്തെ നമുക്ക് നൽകുന്നു. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതും ഒന്ന് നന്നായിട്ട് ചൂടാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പംകിൻ സീഡാണ്. ഈ പംകിൻ സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഒരു രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു സീഡാണെന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ പലവിധ രോഗങ്ങളെയും ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നു. മഗ്നീഷ്യം നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ എല്ലുകൾക്കും ജോയിൻസിലൊക്കെയുള്ള ഇൻഫ്ലമേഷനെ നന്നായിട്ട് കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ രക്തക്കുഴലിലുള്ള നീർക്കെട്ടിനെ വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മത്തങ്ങാക്കുരു എന്ന് പറയാം. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെയൊക്കെ കുറച്ച് പെയിൻ റിലീഫ് തരുന്ന ഒരു സീഡാണ് ഈ മത്തങ്ങാക്കുരു എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് ചൂടാക്കി. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ വറുത്ത് വെച്ചിട്ട് നമുക്ക് ചുമ്മാ തിന്നാനാണേലും നല്ല ടേസ്റ്റുള്ള ഒരു സീഡാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്.
അടുത്തതായി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വാട്ടർമെലൺ സീഡാണ്. വാട്ടർമെലൺ സീഡിൽ വളരെയധികം സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങി പല വിധത്തിലുള്ള പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എല്ലുകൾക്ക് നല്ല കരുത്ത് തരുന്നു. നമ്മുടെ ഇൻസുലിൻ സംവിധാനത്തെ ക്രമീകരിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. ദഹനപ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങളൊന്നും അധികം വരാതെ നിയന്ത്രിക്കുന്നു. പിന്നെ രക്തത്തിലെ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാഘാതത്തെയും അതുപോലെ തന്നെ പക്ഷാഘാതത്തെയും നിയന്ത്രിക്കുന്നു. പിന്നെ ഇതിൽ ധാരാളം ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശത്തിലെ നീർക്കെട്ടിനെ അകറ്റി ആസ്മ പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നു. പിന്നാണെങ്കിൽ മുടി പൊട്ടുന്നത് തടഞ്ഞ് മുടിയെ ബലപ്പെടുത്തി മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, അയൺ, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ എന്നിവയെല്ലാം വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. അതായത് ചെറുചണ വിത്ത് എന്ന് മലയാളത്തിൽ പറയും. ഇത് നമ്മുടെ മുതിരയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സീഡാണ്. ഈ ഫ്ലാക്സ് സീഡിലാണെങ്കിൽ വളരെ ഉയർന്ന അളവിൽ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തക്കുഴലിലുള്ള കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടി ഹൃദയത്തിലെയും തലച്ചോറിലെയും ഒക്കെയുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനെയും സ്ട്രോക്ക് ഉണ്ടാക്കുന്നതിനെയും ഒക്കെ വളരെയധികം ചേർത്ത് നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ വിശപ്പിനെ കുറയ്ക്കാൻ നല്ല കഴിവുള്ള ഒരു സീഡാണ്. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അളവിൽ തന്നെ വെയിറ്റ് ലോസ് കിട്ടുന്ന ഒരു സീഡാണ് ഈ ചെറുചണ വിത്ത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇത് ഈ ഒരു കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഇത് മൂടി വെച്ച് എന്തിനാണ് വറക്കുന്നതെന്ന് വെച്ചാൽ ഇത് നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അത് തെറിച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ പാത്രം ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ എള്ളാണ് കേട്ടോ. എള്ളിൻ്റെ കാര്യങ്ങൾ ഒക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തലമുടിയെ നല്ലപോലെ ബലപ്പെടുത്താനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതായിട്ട് സഹായിക്കുന്നതാണ്. കാൽസ്യം, അയൺ, വിറ്റമിൻ B6, പൊട്ടാസ്യം, സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതൊക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. PCOD ഉള്ള സ്ത്രീകൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് എള്ള്. പിന്നെ എള്ളിൻ്റെ കാര്യത്തിലാണെങ്കിൽ എള്ള് വെളുത്ത എള്ളിനേക്കാളും ഗുണമേന്മ കൂടുതലുള്ളത് കറുത്ത എള്ളിനാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെയും അമ്മയുടെയും എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഡേറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ഈ ഡേറ്റ്സ് കുറച്ച് നല്ല ഉള്ളിൽ നല്ല പൾപ്പുള്ള ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. ലൈൻ ഡേറ്റ്സിൻ്റെ കിമിയ എന്ന് പറയുന്ന ഒരു ഡേറ്റ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഡേറ്റ്സും ഇതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിനെയും രക്തസമ്മർദ്ദത്തെയും ഒക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതാണ്. ഫൈബർ കണ്ടൻറ്റും ഒക്കെ ധാരാളമായിട്ടുള്ളത് കൊണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനും രക്തപ്രവാഹം നിയന്ത്രിച്ച് ഹാർട്ട് അറ്റാക്കിനെയൊക്കെ തടയാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടൽ ക്യാൻസറിനെയൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നല്ല ഉറക്കം കിട്ടാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെയധികം ഗുണങ്ങളുള്ള ഈ എല്ലാ സീഡ്സും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഡേറ്റ്സും കൂടി ചേർത്ത് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല, ഒന്ന് തരിതരാന്ന് തന്നെ അതിൻ്റെ ആ ഒരു സീഡുകളൊക്കെ ഇരിക്കണം. അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മളൊന്ന് ഉരുട്ടി എടുക്കണം. അപ്പോൾ ഈ പഞ്ചസാര കഴിവതും ചേർക്കരുത്. പഞ്ചസാര ചേർക്കുന്നത് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മളിപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണല്ലോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേറ്റ്സ് ചേർക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരമായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഒരെണ്ണം വീതമെങ്കിലും, 2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. വൈകുന്നേരമൊക്കെ ഒരു 2 ലഡു കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വൈകിട്ടത്തെ ആഹാരം കഴിക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല, വിശപ്പൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് ഉരുട്ടിയെടുത്ത് ഇങ്ങനെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഡേറ്റ്സ് കയ്യിലില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് പാനിയാക്കി തിളപ്പിച്ചെടുക്കണം.
നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഞാൻ മണ്ണും കല്ലും ഒന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ചെറു ചൂടോടുകൂടി നമ്മൾ ഈ പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ സീഡ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു 2-3 സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി. അപ്പം നമ്മുടെ കയ്യിൽ ഡേറ്റ്സ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശർക്കര ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ചാണെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഈ ശർക്കര ഒഴിച്ചിട്ട് ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് തൊടാവുന്ന ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഉരുട്ടി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ ലഡുവൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരാഴ്ച 10 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ 1 മാസത്തിലേറെ കാലം നമുക്ക് വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നമ്മളത് കുറേശ്ശെയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. പുറത്ത് വയ്ക്കാനാണെങ്കിൽ ഒരാഴ്ച 10 ദിവസത്തേക്ക്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിൽ 1 മാസത്തേക്ക് വരെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും രോഗികൾക്കും ഒക്കെ തന്നെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണെന്ന് തന്നെ പറയാം. നമുക്ക് നല്ല ടേസ്റ്റുമാണ്, നമുക്ക് നല്ല വിശപ്പടങ്ങുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പോഷകങ്ങളും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു നേരം ഇപ്പോൾ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടാണെങ്കിലും നമുക്ക് ഈ ഒരു 2 ലഡു അല്ലെങ്കിൽ നമ്മൾ ഈ വറുത്ത് വയ്ക്കുന്ന ഒരു മിക്സ്ചർ പോലെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്, അതൊരു 2-3 സ്പൂൺ നമുക്ക് കോരി കഴിച്ചാലും നമുക്ക് നന്നായിട്ട് വിശപ്പടങ്ങാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡേറ്റ്സ് ഇട്ടിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നതാണ്. അടുത്തത് നമ്മൾ ശർക്കര പാനിയാക്കി ഒഴിച്ചിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ടിന്നുകളിലാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. കണ്ടോ, ഡേറ്റ്സ് ഇട്ടുണ്ടാക്കിയതും ശർക്കര പാനിയിട്ട് ഉണ്ടാക്കിയതും ഒക്കെ ഞാൻ 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഈ ഇന്നത്തെ കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യത്തിനുള്ള പോഷകങ്ങളൊക്കെ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ വിഷാംശം കലർന്ന ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് നമുക്കൊരു മിക്സ്ചർ പോലെയൊക്കെ ഉണ്ടാക്കാവുന്ന. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ഈ സീഡ്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ്ചറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളൊരു ദിവസം ഒരു 2-3 സ്പൂൺ വരേക്കും നമുക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പടങ്ങാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ നമ്മൾ മധുരമൊന്നും ചേർക്കുന്നില്ല. പഞ്ചസാരയോ അല്ലെങ്കിൽ ഡേറ്റ്സോ അല്ലെങ്കിൽ ശർക്കരയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരല്പം മുളക് പൊടി നമ്മളിട്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. മുളക് പൊടിയും ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അല്പം കൂടുതലോ കുറവോ ഒക്കെ ഇടാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ലേശം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സീഡ്സും എല്ലാം കൂടി നമ്മളൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മളിതിൽ വാൾനട്ടും ബദാം പരിപ്പും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാതെ നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു ഇടികല്ല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ച് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടാലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കി വെക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ചൂടാറിയതിന് ശേഷം നമ്മളൊരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് വെള്ളമയമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിനകത്തേക്ക് നമുക്ക് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് തന്നെ നമുക്ക് ഇത് 1-1.5 മാസം 2 മാസത്തിനൊക്കെ വരെ ഇരിക്കും. കാരണം ഇതിലൊരു അല്പം പോലും വെള്ളമയം ഒന്നും ഇല്ലല്ലോ. നമ്മളൊന്ന് നന്നായിട്ട് ചൂടാക്കിയൊക്കെ എടുത്തതുകൊണ്ട് ചൂടാറിയതിന് ശേഷം തന്നെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇതിനൊരു ചെറിയ എരിവും ഇച്ചിരി ഉപ്പും ഒക്കെ കൂടെ ചേർന്നായതുകൊണ്ട് മധുരമൊന്നും ഇല്ലാതെയും നമുക്ക് കഴിക്കാനായിട്ട് മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചുണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ലഡുവും ഇതുപോലെയുള്ള മിക്സ്ചറും ഒക്കെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പാണ്. കിടിലൻ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.